അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഗായ്സ്, അപ്പം ഇന്നിപ്പോ ഇവരെ പുറത്തൊക്കെ നിർത്തി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മൾ പുറത്തു പോവുകയാണ്. അല്ലേ? പുറത്തു പോയി കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മളെ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞ്, എന്തൊക്കെ കഴിഞ്ഞ് നമ്മളെ പോരേന്റെ പെയിന്റിങ് കഴിഞ്ഞ്, പിന്നെ എന്താണ് ബിൽഡിങ് കഴിഞ്ഞ്, ഇനി ആദ്യം എടുക്കേണ്ട പണി അവസാനം എടുക്കേണ്ട പണി ആണിയാം. തേപ്പ് ഉണ്ടായിന്, പക്ഷെ ആളെ കിട്ടിയില്ല. അപ്പൊ ഇന്നാണ് പെയിന്റിങ് കഴിഞ്ഞ ആള് വന്നത്. അപ്പൊ തേക്കുന്നുണ്ട്, അത് 2 ദിവസം കൊണ്ട് കഴിയും. ചെറിയ പണിയാ. പിന്നെ ഇനി വേറൊന്നുണ്ട്, ആദ്യം തുടങ്ങേണ്ട ഒരു പണി ഉണ്ടായിരുന്നു. അതായത് എന്തിനാണ് പുരയൊക്കെ പണിയെടുക്കണെന്ന് എല്ലാവർക്കും അറിയാലോ, എന്റെ കല്യാണമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്താ പെണ്ണിനെ കണ്ടുപിടിക്കുക. എന്താ റോഡിന്റെ പണി എടുക്കണം ആദ്യം. റോഡിന്റെ പണിയാ, അത് നമുക്ക് എടുക്കാം. അതൊന്നല്ല. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കേസാണ് കല്യാണ ചെക്കൻ്റെ മുറി ഒന്ന് സെറ്റപ്പ് ആക്കുക എന്നുള്ളത്. അയ്യോ, ഒരു കോള് വരുന്നുണ്ട്, ഒരു മിനിറ്റ് കേസ്, സൈലൻ്റ് ആക്കട്ടെ, ഷിങ്കു ആയിരിക്കും. അപ്പം കല്യാണ ചെക്കൻ്റെ റൂം സെറ്റപ്പ് ആക്കുക. കയറി വരുന്ന പെൺകുട്ടിക്ക് റൂം അടിപൊളിയായിട്ട് ഒരു സെറ്റപ്പ് ആക്കണ്ടേ. അപ്പം അതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പോവാണ്. പെയിൻറ് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ എൻ്റെ റൂം ഞാൻ വീണ്ടും അലങ്കോലമാക്കും, ഈ പുര വീണ്ടും അലങ്കോലമാക്കും. അപ്പം പണിക്കാരൻ നാളെ മുതൽ വരും. അപ്പോൾ നമുക്ക് നമ്മളെ റൂം അലങ്കരിക്കാൻ കുറച്ച് പ്ലൈവുഡ് വേണം, കുറച്ച് മൈക്ക, അത് ഇത്. അതിൻ്റെ ഫോട്ടോ ഇപ്പം തന്നെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി പോകും. അപ്പോൾ നമ്മൾ ഇന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് കൊട്ടേഷൻ കൊടുത്ത്, പക്ഷേ നമുക്ക് ഏറ്റവും കുറച്ച് കിട്ടിയ ഒരു സ്ഥലമുണ്ട്. ഏറ്റവും കുറച്ചൊന്നല്ല, ഏറ്റവും നല്ല സാധനം. ഏറ്റവും നല്ലതും ഏറ്റവും കുറച്ചുമായിരുന്നു മൈക്ക്. ഏറ്റവും നല്ല സാധനം നോക്കി എടുക്കണം, അല്ലെങ്കിൽ 1-2 കൊല്ലം കഴിയുമ്പോ അങ്ങനെ പൈസ ആയാലും പ്ലൈവുഡ് ഒക്കെ എടുക്കുമ്പോ ഏറ്റവും നല്ല ഏത് കമ്പനി ഏറ്റവും നല്ലതാണ് നോക്കി എടുക്കണം. നമ്മൾ അടുക്കള ചെയ്തിപ്പോ 7 വർഷമായി, ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അത് ശരിയാ, സത്യം. എനിക്ക് എൻ്റെ ഈ റൂം ഇവിടെ പണി നോക്കാൻ വേണ്ടി 3 പേര് വന്ന്. ആദ്യം ഒരു തമിഴ്നാട്ടിലുള്ള ഒരു മലയാളി വന്ന്, പിന്നെ ഒരു ബായ് വന്ന്, പിന്നെ UP-യിലുള്ള, പിന്നെ നമ്മളൊരു ഫ്രണ്ട് മലയാളി വന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് എൻ്റെ ഫ്രണ്ട് മലയാളിക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ ഓരോ സമയത്തും ഓരിങ്ങനെ എഴുതി തരും, ഇത്ര പ്ലൈവുഡ് വേണം. ഒരു കൊട്ടേഷൻ നമ്മൾ പോയി എടുക്കുമല്ലോ ഷോപ്പിൽ പോയിട്ട്. അപ്പം ഓരോ പ്രൈസ് വ്യത്യാസം വരും. അപ്പോൾ അവസാനം ഈ തന്നപ്പോൾ നല്ല പൈസ കൂടി. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ എന്നെ പറ്റിക്കണം. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കൂടും. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന, ഇപ്പോൾ കട്ടിലുണ്ടാക്കണം, റൂമിലോട്ട് കട്ടിലുണ്ടാക്കണം, അലമാര ഉണ്ടാക്കണം, പിന്നെ വാള് ഡിസൈന്, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി കൂടും. 1, 2, 3 കൊല്ലം നിന്നാൽ പോരല്ലോ. അപ്പം പിന്നെ കടക്കാരും അതാ പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കുകയാണെങ്കിൽ കുറേ കാലം നിൽക്കും. അപ്പോൾ നമ്മൾ കുറേ കാലത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതും അതിൻ്റെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മയും കണ്ണാപ്പിയാണ് പോണത്. ഉപ്പച്ചേടെ പോവാണ്. പള്ളി മീറ്റിംഗ് തന്നെ പരിപാടി. അതുകൊണ്ട് മീറ്റിംഗ് ഉണ്ട്, അതിന്ന് ലാസ്റ്റ് വെച്ചതാ. മീറ്റിംഗ് അല്ല, അങ്ങനെ പറയണ്ട. താടി മീച്ചൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ ഈ ക്വാളിറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അറിയില്ലല്ലോ. നമ്മളിപ്പോ ഷീറ്റ് ഇട്ടില്ലേ, അത് നല്ല ക്വാളിറ്റിയാ, അതിന് താന്ന ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല, 2-3 കൊല്ലം ഞാൻ ചെറിയ ഓട്ടോട്ടാവും. ഇത് 10 കൊല്ലം ഗ്യാരണ്ടിയാ. എന്താണ് സർപ്രൈസ് ഉണ്ട്? ആയിട്ടില്ല, സർപ്രൈസ് ആയിട്ടില്ല. പെരുന്നാൾ കഴിഞ്ഞിട്ടല്ല, അത് പെരുന്നാൾ കഴിഞ്ഞ ഉദ്ദേശിച്ചു. ചിലപ്പോ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോ കല്യാണം തൊട്ട് മുമ്പായിരിക്കും. നീ അറിയില്ല, ഇവനും അറിയില്ല, ഞാനും പഠിച്ചോണ്ട് മാത്രമേ അറിയുള്ളൂ. ഇല്ല, അങ്ങനത്തെ ഒന്നുമല്ല. ഞാൻ അന്നേ പറഞ്ഞല്ലോ, വേറൊരു കാര്യം പറഞ്ഞല്ലോ, അതൊക്കെ ശരിയാവും. അന്നേരം ഞങ്ങക്ക് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് വാട്സപ്പ് വെച്ച് തരും. അന്നേരം അറിയുള്ളൂ. അപ്പം നമുക്ക് എന്താക്കാം, സാധനം എടുക്കാൻ വേണ്ടി പോവാം. സാധനം എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തായാലും വീഡിയോസിലൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മൾ പർച്ചേസിന് പോകണം, നിങ്ങൾ കാണിക്കാറില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് സാധനം എടുക്കണം. അപ്പം ഞാനും ഉമ്മയും കണ്ണാപ്പിയും കാറൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അപ്പം ടൈമായി. അപ്പം ഇനി നമുക്ക് പോകണേക്ക് കാഴ്ചകൾ കാണാം. നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഗോയ്സ്. ഞാനുണ്ട്, ഉമ്മ ഉണ്ട് പുറകിൽ. നോക്കൂ, ഉമ്മ സുന്ദരി കുട്ടിയായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറിയിട്ട് കമ്പളക്കാട് ടൗൺ എന്നുണ്ട്. ഇങ്ങോട്ട് മുന്നോട്ട് കഴിച്ചോ. നീ എന്താ മടക്കി അതന്നെ കമ്പളക്കാട് എന്നാണല്ലോ മേജർ ടൗണ്. എല്ലാവർക്കും അതല്ലേ അറിയണ്ടാവുള്ളൂ.
അപ്പം മടക്കിനെ കമ്പളക്കാടിന്റെ ഇടക്കാണ് നമ്മളെ ഈ സ്ഥാപനം വരുന്നത്. കമ്പളക്കാട് ടൗൺ എത്തുന്നതിന് കുറച്ച് മുന്നേ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത്. സാധനങ്ങളൊക്കെ അവർ എടുത്തിക്കും. നമ്മൾ കാറിൽ പോയിട്ട് സാധനങ്ങൾ സെലക്ട് ചെയ്യണം. അതായത് ഇതിന് കുറച്ച് ഗ്രേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തും നമുക്കൊരു നേരിട്ട് തൃപ്തി വരണമല്ലോ. മൈക്കാന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. അതായത് വാളിന് ലുക്ക് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. അത് നമ്മൾ സെലക്ട് ചെയ്യണം എന്ത് കളർ വേണം. പിന്നെ നമ്മൾ വാട്സപ്പിൽ അയച്ചാലും ഒരു കൊണ്ടുവരും. പക്ഷെ നമുക്കൊരു തിരുപ്പതി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് നമ്മൾ അഡ്വൈസ് സെന്റർ. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ സംസാരിച്ചിട്ട് നമുക്ക് ബാക്കിയെടുക്കാം. അപ്പം നമ്മളെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി ഉള്ളോട്ട് കയറണം. അപ്പം എങ്ങനെയാണ്, ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്ലൈവുഡ് വാങ്ങാനൊക്കെ പർച്ചേസിന് പോകണം. എനിക്ക് അല്ലാണ്ട് അറിയില്ല എങ്ങനെ കാര്യങ്ങളിലൊന്നും. അപ്പം ഇതാണ് നമ്മളെ ജാഫർക്ക. അപ്പോൾ നമ്മൾ സ്ഥാപനത്തിൻ്റെ ഉള്ളോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഗോഡൗണൊക്കെ ബാക്കോട്ടല്ലേ, ഗോഡൗണും കാര്യങ്ങളൊക്കെ ബാക്കോട്ടാണ്. പക്ഷേ നമ്മൾ കയറി വന്ന അവിടെ തന്നെ അവർ പ്ലൈവുഡിൻ്റെ എല്ലാ മെറ്റീരിയലും ഡിസ്പ്ലേ ആണ്. ഇത് ഡിസ്പ്ലേ ആണ്. ആ, കസ്റ്റമർക്ക് നോക്കാനുള്ള ഡിസ്പ്ലേ കേട്ടോ ഫസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ ടൈപ്പിൽ പ്ലൈവുഡുകൾ നമ്മൾ ഇവിടെ വിൽക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അതിന്റെ ക്വാളിറ്റി ഇനി എങ്ങനെ ക്വാളിറ്റി ചെക്കിംഗ് അല്ല? എന്താ 170 ഗ്രാം എന്ത് 710 710 PWP അതാണ് ഒരു ഗ്രേഡാണ്. പ്ലൈവുഡിന്റെ ഗ്രേഡാണ് 303 710. ഏറ്റവും നല്ല ഏതാ? 710 ആണ് ഏറ്റവും നല്ല. അതിൽ തന്നെ ഒരുപാട് വേരിയന്റുകൾ ഉണ്ട്. ഒരു വേരിയന്റ് ആണ് ഹാർഡ് വുഡിൽ വരുന്നത്. ഇത് വരുമ്പോൾ 100% ഗർജനിൽ വരുന്ന ഇതാണ്. ഇത് പ്രസ്റ്റീജ് എന്ന് പറയുന്ന ബ്രാൻഡ് കമ്പനീന്റെ. ഈ ഗ്രേഡിൽ ഒരേ കമ്പനിയിൽ തന്നെ ഒരു 4-5 710 ഗ്രേഡുകൾ ഉണ്ടാവും. അതിന്റെ ഓരോ ഗ്യാരണ്ടിയും അതിലുപയോഗിക്കുന്ന വുഡും. ശരി, ഇതിന്റെ ഗ്യാരണ്ടി വാറണ്ടി ഇത് ലൈഫ് ടൈം വാറണ്ടിയാണ്. അത് മാത്രമല്ല, ഒരു നമുക്ക് എന്താ കംപ്ലൈന്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ 600% റീപ്ലേസ്മെന്റ് തരുന്നതാണ്. ചെതലിനടക്കം ഗ്യാരണ്ടി 100% റീപ്ലേസ്മെന്റ് ഇല്ല 600%. 1 ലക്ഷം രൂപേന്റെ സാധനം എടുത്ത് കംപ്ലൈന്റ് കുത്തല് ചെതല് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിന് 6 ലക്ഷം രൂപ റിട്ടേൺ തരും എന്നാണ് കമ്പനി പറയുന്നത്. അത്ര ഗ്യാരണ്ടി വേറെ ഒന്നും തരൂല. 1 ലക്ഷം റുപ്യന്റെ സാധനം എടുത്തിട്ട് അതിന്റെ കംപ്ലൈന്റ് ആയാലേ 6 ലക്ഷം 6 ഇരട്ടി റിട്ടേൺ തരും. അത് നല്ല സ്കീമാട്ടോ. നമ്മൾ കുത്തിച്ചാലോ നമ്മള് കൈ തോന്നില്ലല്ലേ? ട്രീറ്റ്മെന്റ് ഒക്കെ അത്ര പക്ക ചെയ്യുന്ന കമ്പനിക്ക് അത്രയും വിശ്വാസം ഉണ്ടായതാണല്ലോ അത് ചെയ്യുന്നത്. ഇതവരെ തന്നെ ഒരു BWR ഗ്രേഡ് നമ്മൾ നോക്കിയതാ 710 അത് ഫസ്റ്റ് ഗ്രേഡ് 25 ഇയർ വാറന്റി. ഏറ്റവും നല്ല ഫസ്റ്റത്തെ സാധനം തന്നെ നോക്കിയത് ഏറ്റവും നല്ലത്. 20 ആണുള്ളത്. നമ്മളെ ഇപ്പം വരുന്നത് ഇതേ സാധനം 25 25 കൊല്ലം വാറന്റി. 25 കൊല്ലം. 25 കൊല്ലം എനിക്കൊക്കെ വയസ്സായിട്ടുണ്ട്. അതെ. ഇത് ഓരോ ഗ്രേഡ് വേറെ കമ്പനിയാണ് AK എന്ന് പറഞ്ഞിട്ട്. മംഗലാപുരം ബേസിൽ ഉണ്ടാക്കുന്നത്. നമ്മള് ഫസ്റ്റത്തെ അതല്ലേ നോക്കിയേ? അതെ. എന്ത് പ്രസ്റ്റീജ് ഇതിന്റെ കേബോർഡ് എന്ന് പറഞ്ഞു എറണാകുളത്ത് നിന്ന് അടിക്കുന്ന ഒരു കമ്പനിയാണ്. കേരള കമ്പനി ഉണ്ടല്ലേ? അതെ. ഇത് വെസ്റ്റേൺ ഇന്ത്യ. അപ്പൊ ഏഷ്യയിലെ ഫസ്റ്റ് പ്ലൈവുഡ് കമ്പനിയാണ് വെസ്റ്റേൺ ഇന്ത്യ. അവരതാണ്. വല്ല PSCയിലും ചോദ്യം വരും കേട്ടോ. അതെ. ഏഷ്യയിലെ ഫസ്റ്റ് പ്ലൈവുഡ് കമ്പനി ഏതാന്ന് ചോദിച്ചാൽ പറയാ. ഏറ്റവും നല്ല ക്വാളിറ്റി അടിക്കുന്ന ഒരു കമ്പനിയാണ്. അവരെ 2-3 വേരിയന്റ് ആണ്. ഇത് കുറച്ച് കുറഞ്ഞ കൊമേഴ്സ്യൽ ടൈപ്പിൽ വരുന്നത്. അപ്പം നമ്മളെ പ്രൊഡക്ട്സ് എല്ലാ രീതിയിലുള്ള പ്രൊഡക്ട്സ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനി ഉണ്ടാവും, ഇഷ്ടപ്പെട്ട ഗ്രേഡ് ഉണ്ടാവും. എല്ലാ സാധനവും ഇവിടെ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി. അതാണ് നമ്മൾ ഏറ്റവും നോക്കേണ്ടത്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു കൊടുക്കും. ഏറ്റവും ക്വാളിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് കീപ്പ് ചെയ്യുന്നത്. അതിൻ്റെ പുറമെ സർവീസിൻ്റെ കാര്യത്തിൽ പക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതന്നെ. ഇത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സർവീസ്, അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ സർവീസും നമ്മൾ വീട്ടിലെത്തിച്ചു കൊടുക്കില്ലേ? വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത് എല്ലാം ഡെലിവറി തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചില പാർട്ടികൾക്ക് കുറഞ്ഞ ഷീറ്റുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ പിന്നെ ചിലപ്പോൾ 1-2 ഷീറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെയായാലും എത്തിച്ചു കൊടുക്കും. ഇത് പറഞ്ഞാൽ ഇന്ത്യയിലൊരു നമ്പർ 1 ബ്രാൻഡാണ് മിക്കാസ അല്ലേ? അതായത് ഗ്രീൻ ലാം എന്ന് പറഞ്ഞ ഈ മേഖലയിലുള്ള ഏറ്റവും നല്ല ബ്രാൻഡിൽ പെട്ട ഒരു പ്ലൈവുഡാണ്. 20 വർഷം തന്നെ 20 വർഷം 20, 25, 30 ഒരു വേരിയന്റ് കുറെ ഉണ്ട്.
നമ്മൾ എന്തിനാ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ടിൽ അതുപോലെ അലമാര ഉണ്ടാക്കി പിന്നെ നമ്മളെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നില്ല ബാക്ക് സൈഡ് അതിനൊക്കെ പ്ലൈവുഡ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മളെ വണ്ടീൻ്റെ പ്ലാറ്റ്ഫോം, ഇത് ലോറീൻ്റെ ഒക്കെ ലോറീൻ്റെ പ്ലാറ്റ്ഫോം. ആര് കാണാത്തവരുണ്ട് കണ്ടോളി, ഇതായിട്ട് ലോറീൻ്റെ. അപ്പൊ ഇത് കട്ടി കുറവാണല്ലോ. ഇത് അല്ല ഈ കട്ടിയേ ഉണ്ടാവുള്ളൂ, ഇതേ ഉണ്ടാവുള്ളൂ. ഇത് മതി 12 mm. ഇത് ഈ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു കമ്പനി അല്ലാണ്ട് വേറെ ഒരു കമ്പനി ഇറക്കുന്നില്ല. വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡിൻ്റെയാണ്. ചെക്കാട് പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നിപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിൽ വേറൊരു കമ്പനി ഇറക്കുന്നില്ല. അത്രയും ക്വാളിറ്റിയിൽ. ഇതൊക്കെ പുതിയ അറിവാട്ടോ. ഞാൻ എൻ്റെ ഒരു മനസ്സിൽ ഒരു കല്ല് ഉണ്ടാവും. അല്ലേ ഇത് നമ്മളെ വയനാട്ടിൽ ഇപ്പോൾ അതെ അതെ ഇത് ഹൈ ഡെൻസിറ്റിയാണ്. ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് ഡെൻസിറ്റിയാണ്. 18 പ്ലൈവുഡിനെ ചുരുക്കിയിട്ട് ഇത് പല ലെയർ ലെയർ മതി. അതന്നെ അത്ര ഡെൻസിറ്റി ഉള്ള സാധനം. ബസിന്റെ അടിയിൽ അതന്നെ ബസിന്റെ അടിയിൽ. ഇപ്പൊ വയനാട്ടിൽ കൂടുതലായിട്ട് ഈ റിസോർട്ടുകൾക്ക് അട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായി പോകുന്നത്. ഇതും അതന്നെ. ഇത് അതിന്റെ ഒരു കുറഞ്ഞ ക്വാളിറ്റി. ഇതിന്റെ മൾട്ടിവുഡുകൾ ഇപ്പോൾ വെച്ചാൽ ഇത് ഡെൻസിറ്റി കണക്കാക്കിയിട്ടാണ് ഇതിന്റെ ഒരു ഇത് വരുന്നല്ലേ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. ഇപ്പം 8 ഡെൻസിറ്റി വരെ വന്നു തുടങ്ങി. ആദ്യം 5.5 6 ഡെൻസിറ്റി ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇത് WPC ബോർഡ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ പോകുന്ന ഒരു സാധനമാണ്. ഇത് WPC ഡെൻവുഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. കുത്തല് ചെതല് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല. 100% വാട്ടർ പ്രൂഫ് PVC കണ്ടന്റ്. ഇത് തോംസൺ മൾട്ടിവുഡ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇവരാണ് ഈ മൾട്ടിവുഡ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അത് കാരണം നമ്മൾ നീലത്തിന് ഉജാല എന്ന് പറഞ്ഞ പോലെ മൾട്ടിവുഡ് ഇവരതാണ് മൾട്ടിവുഡ്. ബാക്കിയുള്ള PVC ബോർഡുകൾക്കും ഇപ്പം മൾട്ടിവുഡ് എന്നാണ് പറയുന്നത്. അവരെ വേറെ വേറെ വേരിയന്റുകളാണ്. ഇത് 0.7 ഡെൻസിറ്റിയിൽ ഡെൻസിറ്റി മീൻസ് വെയിറ്റ് 17 mm തിക്കന്നായിരിക്കും. പക്ഷെ ഡിഫറെന്റ് വെയിറ്റ് ആയിരിക്കും. ഒന്ന് 30 ആയിരിക്കും, 35 ആയിരിക്കും, 40 ഉണ്ട്. 8 ഒക്കെ വരുമ്പോൾ 40ന്റെ അടുത്ത് വരുന്നു. ഇത് വേറെ ഒരു കമ്പനിയാണ്, ഡിഫറെന്റ് കമ്പനിയാണ്. ഇതൊക്കെ മൾട്ടിവുഡ്. അതെല്ലാം മൾട്ടിവുഡ്. ഇത് അതിന്റെ കളർ ചേഞ്ച് WPC കളർ. ഇതൊക്കെ എന്തിനാ മൾട്ടിവുഡ്? ഇതെല്ലാം കിച്ചൺ വർക്കുകൾക്കാക്കും. വാട്ടർ കൂടുതലായിട്ട് പോവുക വാട്ടറിന്റെ പ്രശ്നമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, വെള്ളത്തിന്റെ. അതെ അതെ കിച്ചൺ വർക്കുകൾക്ക് ആകുമ്പോൾ വെള്ളത്തിന്റെ പ്രശ്നം വരുമല്ലോ, തുടക്കല് പിടിക്കല് കഴുകല് അങ്ങനത്തെ. അതിനാണ് ഉപയോഗിക്കുക. ഞാൻ വെള്ളത്തിന്റെ വിചാരിച്ചിങ്ങനെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലും പറ്റും. വെള്ളം കയറുന്ന അത് പറ്റും. പിന്നെ വെള്ളം കയറാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ പ്ലൈവുഡോ അല്ലെങ്കിൽ മൾട്ടിവുഡോ MDF അടിച്ചു കഴിഞ്ഞാൽ വെള്ളം കയറുമ്പോൾ ചീർക്കാനും ഇതൊക്കെ ഉണ്ടല്ലോ. ഇതോ മൾട്ടിവുഡോ PVC പ്രശ്നം വരും. ഇതൊക്കെ WPCന്റെ വേറെ ഡിഫറൻസ്. ഇത് MDF എന്ന് പറയും. നീലാമ്പ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന വലിയ ഉപയോഗം ഇല്ലെങ്കിൽ ഇതൊക്കെ എടുക്കാം അല്ലേ. ഇത് വാർഡ് ഓപ്ഷനാണ് കൂടുതൽ. കിച്ചണിലൊന്നും അത്ര യൂസ്ഫുൾ അല്ല. അതെന്ന് വെച്ചാൽ ഇത് വെള്ളം ചീർക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. എന്നാൽ ഇതിൽ ഒരുപാട് ഡിഫറെൻറ്റ് കളറുകളുണ്ട്. ഒരു ഏകദേശം 50ഓളം കളറിൽ കിട്ടും. നമുക്ക് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്ലൈവുഡ് എടുത്തു കഴിഞ്ഞാൽ മൈക്കൊട്ടിക്കണം. ആ മൈക്കൊട്ടിക്കുന്ന പണി ലാഭം ഉണ്ടാവും. അന്നേരം ഒരു ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് മൈക്ക ഓൾറെഡി ഇതിലുണ്ടാവുമല്ലോ. അതെ അതെ അതാണ് ഇത്. ഇതിന് അതിനേക്കാൾ ഒരു റീസണബിൾ റേറ്റിൽ വരുന്ന പാർട്ടിക്കൽ ബോർഡ് MDF അതിന്റെ പകുതി വില ഉണ്ടാവുള്ളൂ. ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. കുറച്ച് കാലത്തൊക്കെ തട്ടിക്കൂട്ടി ഒരു ബഡ്ജറ്റ് കുറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ട്. എല്ലാവർക്കും ഇന്ത്യയിൽ ചെയ്യേണ്ടി വരും. അന്നേരം ബഡ്ജറ്റ് റിസോർട്ടിലോട്ടൊക്കെ പെട്ടെന്ന് തീർക്കാനോ ചെറിയ പൈസക്ക് തീരാനുള്ള പണികൾ. ഇതിൽ ഏകദേശം 50ഓളം കളർ കിട്ടാൻ. അതും പല കമ്പനികളായിട്ടുണ്ട്. നമ്മൾ പോസിറ്റീവ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പ്ലൈവുഡിൻ്റെ ഫുൾ ഏരിയ. ഈ ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ കാര്യങ്ങളോ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഇവിടെ ഉണ്ടാവും. ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എവിടെയൊക്കെ ഇത് പിന്നെ സാധനം എത്തിച്ചു കൊടുക്കും. വയനാടാണോ? നിലവിൽ നമ്മൾ ഓൾ കേരളയിൽ തന്നെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവീസ് ഉണ്ട്. നമുക്ക് നെറ്റ് വഴിയും അല്ലാണ്ടെയും കുറെ കണക്ഷൻ ഉണ്ട്. തിരുവനന്തപുരം വരെ ഞങ്ങൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബൾക്ക് ആണെങ്കിലാണോ തിരുവനന്തപുരം? നമുക്കൊരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയും. അല്ല പിന്നെ
ഒരു ചെറിയ പിന്നെ വണ്ടിക്കൂലിയൊക്കെ ആക്കിയിട്ട് ഞാൻ ചെയ്യലുണ്ട്. അല്ല, അവർക്ക് കമ്പളക്കാട് മാത്രമല്ല സ്ഥാപനമുള്ളത്, അതുപോലെ കോഴിക്കോടുണ്ട് സ്ഥാപനം കോഴിക്കോടുണ്ട്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ നല്ലോണം സെയിൽ ചെയ്യുന്നുണ്ട്, കർണാടകയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഉള്ളവര്, അതായത് ബാംഗ്ലൂര്, അതുപോലെ നമ്മളെ കോഴിക്കോട് ഈ ഒരു ഏരിയ, മലപ്പുറം ഏരിയയിലുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ബാക്കിയുള്ളടത്തുനിന്നൊക്കെ കൊട്ടേഷൻ എടുത്തോളി. എന്നിട്ട് ലാസ്റ്റ് ഇവരോടൊന്ന് ജസ്റ്റ് ചോദിക്കും. ഏകദേശം 5 പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ വലിയ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കൊട്ടേഷൻ അടിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം കുറഞ്ഞ് കിട്ടുന്നുണ്ട്, നല്ല ക്വാളിറ്റി സാധനം എത്രത്തോളം കുറഞ്ഞ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മളെ ഇതുവരെ ഗോഡൗണും കാര്യങ്ങളായിട്ട് എഡ്ജ് ബാൻഡ്. ഓക്കെ, അത് സൈഡ് ഒട്ടിക്കുന്ന മൈക്കൊക്കെ ഒട്ടിച്ച് എഡ്ജ് ബാൻഡാണ്. നമ്മൾ പ്ലൈവുഡ് കണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ട് കാണാനുള്ളത് മൈക്കാണ്. മൈക്ക് ഇത് ഒക്കെ പ്ലൈവുഡ്, ഇതിന്റെ വിനിയർ, ഇതിന്റെയൊക്കെ ഡിസ്പ്ലേ ഉണ്ട്, ഇത് മേലെ ഉണ്ട്, എല്ലാത്തിനും ഡിസ്പ്ലേ ഉണ്ട്. ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ അന്നന്ന് മാക്സിമം ഞങ്ങളത് റെഡി സ്റ്റോക്കാണ് ഒരു 90%. മൈക്ക് പോലെ ചെറിയ ഒരുപാട് ഡിഫറെന്റ് കളർ, മൈക്ക് എവിടെ ചെന്നാലും നല്ല, എന്നാലും അത്യാവശ്യം നമ്മുടെ അടുത്തുണ്ട്. ഏകദേശം ഇവിടെയൊക്കെ മൈക്കാണ്, ലൈറ്റ് ഇടണം അല്ലേ, ഇതൊക്കെ മൈക്കാണ്. 90% റെഡി ഉണ്ടാവും. നമ്മളെ മൈക്ക് ഒരു വൈറ്റിഷ് കളറാട്ടോ, റെഡി ഉണ്ട്, വൈറ്റ് ഒറ്റ കളറുകൾ. നമ്മളൊരു ക്രീം വൈറ്റിഷ് ആണ് നോക്കിയിട്ടുള്ളത്, നമുക്ക് നോക്കണം. ഓക്കെ, ഫുള്ള് ഇതൊക്കെ മൈക്കാൻ്റെ സെറ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ കയറിയത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ്. അപ്പോൾ വന്ന പാടെ നമ്മൾ കാണാൻ പറ്റുന്നത് ഇത് ഹാർഡ്വെയറിന്റെ മൊത്തത്തിലുള്ള നമ്മളെ സ്റ്റോക്കുകളാണ്. ഹാർഡ്വെയറിന്റെ അല്ലേ? അതായത് ഇന്റീരിയർ മെറ്റീരിയൽ ഹാർഡ്വെയർ ഒരുപാട് ഐറ്റംസുകളുണ്ട്. ആ ഐറ്റംസുകൾ ഹാൻഡിലുകൾ, ഹിഞ്ചസുകൾ, സ്ക്രൂസ് മുതലായ ഓൾ ഐറ്റംസ് ഇതിന് വേണ്ട ഇത് ഇന്റീരിയർ മെറ്റീരിയലിന്റെ ഓൾ ഐറ്റംസ് ഉണ്ട്. ഇനി നമ്മള് ഇത് മൈക്കയുടെ ഒരു ഡിസ്പ്ലേ ആണ്. ഇത് നമ്മളൊരു എക്സ്പീരിയൻസ് ഷോറൂമായിട്ട് സെറ്റ് ചെയ്ത മൈക്ക. ഇത്ര വിശാലമായിട്ട് സെറ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേറെ എവിടെയും കിട്ടൂല, ഇല്ല. ഏകദേശം 300ഓളം മൈക്ക നമ്മൾ ഫുൾ ഷീറ്റ് തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ കമ്പനിക്കും ഓരോ സ്പേസിൽ തന്നെ ചെയ്തു. അതാണ് ഇതിന്റെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏരിയ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറെ ഷോപ്പിൽ പോയി നോക്കിയതാണ്. അവിടെയൊക്കെ മൈക്ക് ഉള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നെങ്കിൽ ഇങ്ങനെ അറ്റിക്കേറ്റുണ്ടാവും, അല്ലെങ്കിൽ അത് കണ്ടില്ലേ കാറ്റലോഗ് ബുക്കില് ചെറുതായിട്ട് കാണാം. അപ്പൊ നമുക്ക് കറക്റ്റ് നമുക്ക് ആ ഒരു ചെറിയൊരു പീസ് കണ്ടിട്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അത് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇതാകുമ്പോൾ ഡയറക്റ്റ് ഫുൾ ഷീറ്റ് കാണുമ്പോൾ എന്താ വെച്ചാൽ കസ്റ്റമേഴ്സ് ഒരിക്കലും മാറിപ്പോകുന്ന പ്രശ്നമല്ല. പിന്നെ ഒരു ഏകദേശം അവർക്ക് ഒരു മനസ്സിൽ ഇഷ്ടപ്പെടുന്ന നമുക്ക് ടച്ച് ചെയ്തിട്ട് ടച്ചിങ് ഫീൽ ആണ്. അത് നല്ലതാണ്. കാരണം ഇത് കുറച്ച് ഹാർഡാണ്, നല്ല മിനുസമുള്ളൊരു ഓരോ ഇതിൽ തന്നെ ഇതിലുണ്ട് ഗ്രേഡ് വ്യത്യാസമുണ്ടോ? മാറ്റ് ഉണ്ട്, പിന്നെ ഗ്ലോസി ഉണ്ട്, അതിൽ തന്നെ ടെക്സ്ചർ ഫിനിഷുകൾ. അതാണ് ഞങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. ഇതിലും ഇങ്ങനെ ക്വാളിറ്റി ഒരുപാട് ക്വാളിറ്റിയാണ്, മൈക്കിൽ ഒരുപാട് ക്വാളിറ്റി. ഇതൊക്കെ ഓരോ കമ്പനീന്റെ കേട്ടോ. ഏകദേശം നമുക്കൊരു 300 രൂപ സ്റ്റാർട്ട് ചെയ്തിട്ട് 5000, 6000, 7000 വരെയുള്ള മൈക്കുകൾ. ഒരു പ്രീമിയം റേഞ്ച് ആയിട്ടാണ് ഞങ്ങൾ അവിടെ ഒരു സ്പെഷ്യലായിട്ട് വെച്ചത്. ഒന്ന് കാണിച്ചു നമ്മളൊരു മൊബൈൽ ഷോപ്പ് കയറി കഴിഞ്ഞാൽ കുറെ ബ്രാൻഡുകൾ ഉണ്ടാവല്ലോ, ഓപ്പോ, വിവോ, സാംസങ്. അതുപോലെയാണ് ഇതിപ്പം പ്രീമിയം. ഇത് പ്രീമിയം ഐഫോൺ റോയൽ ടച്ച് എന്ന് പറഞ്ഞ ഒരു കമ്പനീന്റെ ആണ്. അതായത് ഒരു 2000 പ്ലസ് അങ്ങോട്ടാണ് അതിന്റെ വില പോവുക. അത് ശരിക്കും അത് വെച്ച് ഇവിടെ വരുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, എടുത്തു വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കമ്പനീന്റെ ഒരു മോഡലുകൾ വേറെ കമ്പനികളിൽ വളരെ കുറവാണ് അല്ലേ? ഇവർ കുറച്ചുകൂടി ഡിസൈൻ ആയിരിക്കും, കുറച്ച് അഡ്വാൻസ് ആയിരിക്കും. ഇവരെ ഇറക്കി കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ മിക്കവാറും മറ്റവരെ അതങ്ങനെ തന്നെ ഐഫോണിന്റെ കോപ്പി അടിച്ചിട്ട് ഇത് നമ്മളൊരു പണ്ടത്തെ ഒരു ഇതുപോലെ ഇല്ലേ, ഓല തുണീന്റെ ഒക്കെ അങ്ങനത്തെ കുറച്ച് ഡിഫറെന്റ് ഐറ്റംസുകളാണ് ഇവർ. ഇതൊക്കെ മൈക്കാണ്. നമ്മളെ പിന്നെ പ്ലൈവുഡ് ഒട്ടിച്ച് ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിൽ
മൈക്ക വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഫിനിഷിങ് നമ്മൾ കാണാൻ പോകുന്നതും ഫീൽ ചെയ്യുന്നതും ഇതായിരിക്കും. പ്ലൈവുഡ് നമ്മുടെ ഉള്ളിൽ നന്നാവുക എന്നുള്ളതാണ്. ബേസിക് നന്നാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ആണോ? മൈക്ക നമ്മള് ആ ടൈമിൽ ചില ഏരിയകളിൽ ഇവരെ മൈക്കേ പറ്റുള്ളൂ, അത്രയും ക്വാളിറ്റിയാണ്. ഇത് വാൾപേപ്പർ വാൾപേപ്പർ. ഇനി അതിലോട്ട് പോവാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും നല്ലത്. ഇതൊക്കെ ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേ ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഇങ്ങനെ വെക്കുന്നത് എന്താ അറിയാം, നമുക്കൊരു ഗുണ നമ്മളെ വാളിൽ ഒരു ഏകദേശം ഒരു രൂപ നമുക്ക് കിട്ടും. ഫുൾ വാൾ ചെയ്തേക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ. അതെ അതെ. ഇത് വിനിയർ, ടീക്ക് വുഡിന്റെ വിനിയർ. ഓക്കെ. ഇത് നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി, നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിട്ടല്ലേ. ഇത് ടീക്കിന്റെ ആണ്. അല്ല, വിനിയർ. ഇതാണ് ഞാൻ പറഞ്ഞ ബാത്റൂമിന്റെ അവിടെ വരുന്നത്. ആള് കാണാൻ ഇതാണെങ്കിലും ഭയങ്കര പൈസയാണ് അവൻ, അതെനിക്കറിയാം. ഇത് വിനിയറിന്റെ ഡിഫറെന്റ് വുഡുകൾ ഇതാണ്. ഓക്കെ. ഓറിയന്റൽ ആഷ് എന്ന് പറഞ്ഞ വുഡ്, ഒരു പ്രീമിയം ക്വാളിറ്റി. രണ്ട് കളറാണോ? അല്ല, ഇത് ഇവിടെ നമ്മളെന്താ വെച്ചാൽ ഒരു പോളിഷ് ചെയ്താൽ ഈ ഒരു ഇതിലോട്ട് വരും. അത് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതെ. എക്സ്പീരിയൻസും എന്താക്കാം. ശരിയാട്ടോ. നിങ്ങളിപ്പം വീടിഞ്ഞൊരു 2 കൊല്ലം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വന്ന് നോക്കി കഴിഞ്ഞാല് ഏകദേശം ഐഡിയ. ഈ ഒരു മേഖലയിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ട് എന്ന് അറിയാം. എന്ന് വെച്ചാൽ ഇങ്ങനെ അധികമായിട്ട് ഡിസ്പ്ലേ ചെയ്ത ഷോറൂമുകൾ വളരെ കുറവാണ്. ഇതൊക്കെ നമ്മളെ ബെഡ്റൂമുകളൊക്കെ അലങ്കരിക്കാനും മറ്റേ ബെഡിന്റെ ചാർക്കോൾ ഷീറ്റ് എന്ന് പറയുന്ന സാധനം, ലൂബേസ് ചാർക്കോൾ ഷീറ്റ്, അതാണ്. ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ ചെയ്യുന്ന സാധനം. ഏതോ ഇങ്ങനെ തന്നെയാണ്. അല്ല, ചുമര് നമ്മള് മൈക്കല്ലേ. ഇത് നമ്മളെ റബ്വുഡിന്റെ ലൂബേഴ്സ് ആണ്. റബ്വുഡ് അത് കമ്പനി. രസമുണ്ട്, നല്ല സുഖം. ഇത് മെറ്റീരിയൽ കേട്ടോ. ഇത് ചാർക്കോൾ ഷീറ്റ്, ഒരു 2x8, 2 അടി വീതി, 8 അടി നീളം. ഇതാണ് ഒരു ഫുൾ ഷീറ്റ്. അതെ. ഇത് ഏകദേശം ഒരു 2,800 ആറാഴ്ചയൊക്കെ വരും. അത് ഡിഫറെൻ്റ് ഉണ്ട്. 1000 അതിൽ തന്നെ ഏകദേശം 600 സ്റ്റാർട്ടിങ്. അതിനൊക്കെ ഏകദേശം ഒരു 900 ആറാഴ്ച. അതെ അതെ. ഒരു 3000-ന്റെ താഴെ ആയിട്ടോ ഇങ്ങനെ ചാർക്കോൾ ഷീറ്റ് ആവും. ഹോളില് ടിവിന്റെ ഇവിടെ, പിന്നെ ബെഡിന്റെ ബാക്ക് സൈഡ്, അങ്ങനെയുള്ള ഇതൊക്കെ ഒരു പ്രീമിയം ഗ്രേഡ് നമ്മളെ വിനിയേഴ്സ് ആണ്, മരത്തിന്റെ. അത് ഈ ഒരു വുഡൊക്കെ എന്ന് വെച്ചാൽ വേൾഡിൽ തന്നെ വളരെ റെയറായിട്ട് കിട്ടുന്ന വുഡുകളാണ്. ഏകദേശം വില ഉണ്ട്, 15,000 രൂപയോളം ഏകദേശം ഒരു ഷീറ്റിന് വില ഉണ്ട്. ഒരു ഷീറ്റ് 2 കണ്ണുള്ള പോലെ. അതെ അതെ. ആണോ? കണ്ണ് കറക്റ്റ്. ഈ ഒരു ഷീറ്റിൽ 15,000 രൂപ ഏകദേശം. അത് 2 പ്രാവശ്യം എന്തെങ്കിലും കട്ട് ചെയ്യണം. ഒറിജിനൽ വുഡ് വേൾഡിൽ കിട്ടുന്ന ഏറ്റവും നല്ല റെയറായി കിട്ടുന്ന വുഡുകളുണ്ട്. അതിൽപ്പെട്ട ഒരു വുഡാണ്. അല്ല, ആർട്ടിഫിഷ്യൽ അല്ല, ഇത് ഒറിജിനൽ നാച്ചുറൽ വിനിയറാണ്. മരത്തിനെ സൈസ് ചെയ്ത് എടുക്കുന്നത്. 10,000. അപ്പം നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഡോർ ഹാൻഡിലെ സെക്ഷൻ. പ്രീമിയം ടച്ച് ഡോർ ഹാൻഡിലുകൾ. ഇത് ഡോർ ഹാൻഡിലാ? ഡോർ ഹാൻഡിൽ അല്ലേ? ഇതെല്ലാം കബോർഡായിട്ട്. കബോർഡിന്റെ ഹാൻഡിൽസ്. നമുക്കും വേണം കബോർഡിന്റെ ഹാൻഡിൽസ്.
ഇങ്ങനെ ഡിസ്പ്ലേ ഉണ്ടാവുന്ന നല്ല ഗുണാട്ടോ. ഇഷ്ടമുള്ള നോക്കിയിട്ട് ഏതെടുക്ക ഏതാ നല്ലത്. ഇതെല്ലാം കബോർഡ് ഹാൻഡിലുകൾ. ആ ലൈറ്റ് ഇട്ടോ. ആ ലൈറ്റ് ഇടാം. ലൈറ്റ് അരുണടെ ഡിഫറെന്റ് ഹാൻഡിലുകൾ, ചെറിയ ഷോട്ടും. ഇത് സ്റ്റോപ്പറാട്ടോ. സ്റ്റോപ്പറുകൾ. ഇത് ലോക്കുകളാ. ഹാൻഡില് എല്ലാ ടൈപ്പ് ഹാൻഡിൽസ്. ഇത് പിന്നെ ഇത് ടവർ ബോൾട്ടുകൾ, ഹിഞ്ചസുകൾ. ഇതിന്റെ പേര് ഇതാണ് ടവർ ബോൾട്ട്. ടവർ ബോൾട്ട്. ടവർ ബോൾട്ട് നമ്മള് കുറ്റി. അതെ അതെ അതെ. വീലുകൾ, ഹിഞ്ചസുകൾ, അൾഡ്രോപ്സ്, ഓടാമ്പിലാന്നൊക്കെ പറയുന്നത്. ഓടാമ്പില. ഇത് സ്ലൈഡർ അല്ലെ ചാനൽ, ഓട്ടോ ക്ലോസ് ഹിഞ്ചസ് ഐറ്റംസ്. അല്ല ഇതൊക്കെ ഓരോ കമ്പനികളാണ്. എപ്കോ, സ്ലീക്ക്, ഇറ്റിച്ച്, കെൽത്താൻ, അങ്ങനെ ഓരോ കമ്പനികളാണ്. ഇതും അതേപോലെ തന്നെയാണ്, പല വലിപ്പത്തിലും പല കമ്പനികളിലും. ഇതെന്താ രസം, നമ്മളൊരു വീട് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് എല്ലാ ബഡ്ജറ്റിലുള്ള സാധനങ്ങളുമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്കോന്റെ റേറ്റ് ആയിരിക്കില്ല ലോക്കൽ ഒരു ബ്രാൻഡിന്. ഇറ്റിച്ചിന്റെ റേറ്റ് മാറ്റണ്ടാവും, സ്ലീക്കിന്റെ റേറ്റ് മാറ്റണ്ടാവും, പിന്നെ അതിന്റെ ക്വാളിറ്റിയും മാറ്റണ്ടാവും. കസ്റ്റമർക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കസ്റ്റമറോട് പറയുമ്പോൾ കസ്റ്റമർക്ക് മനസ്സിലാവില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ടാ നിങ്ങൾ തൊട്ട് നോക്കി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. സാധാരണ ഒരു ഓട്ടോക്ലോസ് ഇഞ്ചസ് ചോദിക്കുമ്പോൾ 45 റുപ്യ ആയിരിക്കും. അതേ ടൈം സ്ലീക്കിന്റെ SS സോഫ്റ്റ് ക്ലോസ് ആകുമ്പോൾ അതിന് 380 ആയിരിക്കും. 45 380 10 ഇരട്ടീൻ്റെ മാറ്റം വന്നു. ഇത് നമ്മളെ കിച്ചണിലൊക്കെ വെക്കുന്ന ഹാൻഡിൽ. നമ്മളെ കിച്ചൺ പ്രൊഫൈൽ ഹാൻഡിൽ എന്ന് പറയുന്നത്. ലോക്സ്, മോട്ടറിച്ച് ലോക്ക്. ഇതൊരു അതാണ് മെയിൻ ലോക്ക്. അതെ അതെ, ഇതൊരു പ്രീമിയം ക്വാളിറ്റി ലോക്കുകളാണ്. ഗോദ്രേജ്, ക്യൂബ, യൂറോപ്പ, സ്പൈഡറിന്റെ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റിയിൽ. ടച്ച് വരുന്നത് ലോക്ക്. ഇത് മറ്റേ പുതിയ ടൈപ്പ് ടച്ച് ഒക്കെ വരുന്നത്. അത് സ്ക്രൂ. ഇത് നമ്മളെ നോർമൽ. അതെ അതെ, ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇന്നതാണ് കാണിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് എടുത്ത് കൊടുക്കാൻ. ഇത് നമ്മളെ മോട്ടർ സ്റ്റാൻഡിൽ. അതെ അതെ, വാങ്ങാൻ പോകുന്ന സാധനല്ലേ കാണാൻ. നോക്കിയോളി. അത് നമ്മളെ ടൂൾസിന്റെ ഏരിയ കേട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. എല്ലാതരം ടൂൾസുകളും അവിടെ ഉണ്ട്. ബെഡ്റൂംസ് സ്റ്റെയറിന് വെച്ചു. സ്റ്റെയറിനുള്ള വുഡൻ ടൈല്. വുഡൻ ടൈല് ബെഡ്റൂമിലൊക്കെ നമുക്ക് എന്താ വെച്ചാല് ഈ ബാധമൊക്കെ ഉള്ള ആളുകൾക്ക് വുഡിന് ഈ തണുപ്പിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ, അന്നേരം വുഡ് തന്നെയാണ്. ഓക്കെ, ഇത് വാൾഡ്രോബ്. ഈ കളർ രസമുണ്ട് അല്ലേ, നല്ല രസമുണ്ട്. അത് റെഡിമെയ്ഡ് കട്ടില്. അതെ അതെ, ഇതൊക്കെ ഒന്ന് ആളുകൾക്ക് എന്തൊക്കെയാ സാധനം എന്ന് കാണണല്ലോ, എങ്ങനെ. അതെ, സെറ്റാക്കി വെച്ചത്. ഇതെന്താണോ? അത് കട്ടില്. ഓക്കെ, അപ്പൊ ഇത് നേരെ എടുത്തു കഴിഞ്ഞാൽ കട്ടിലായി. കട്ടിലായി. ചെറിയ സ്പേസ് ഉള്ളവർക്കില്ലേ? ആ, ചെറിയ സ്പേസ്. പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് നമ്മള് ഭാര്യയും ഭർത്താവ് നിൽക്കുന്നിടത്ത് ഒരു അനിയനൊക്കെ കയറി വന്നു കഴിഞ്ഞാല് ഈ അലമാരയിൽ കിടന്നോന്ന് അറിയാം. അതെ അതെ അതെ, ഏത് സൈഡ് തുറക്കാട്ടത് നമ്മള് ഹാങ്കർ. ഹാങ്കറായിട്ടോ, ഇസ്തിരി ഇടാനും. ഇസ്തിരിപ്പെട്ട് ഇതൊരൊറ്റ ഇത് മൊത്തത്തിൽ ഇങ്ങനെ കൊടുക്കുക എന്താണെന്ന് ആളുകൾക്ക് തിരിയണം. ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതെ അതെ അതെ,
ഇത് നമ്മളെ ജ്വല്ലറി സാധനങ്ങളൊക്കെ വെക്കുന്ന തുണികൾ കെട്ടി വെക്കുന്ന ചെരുപ്പിൻ്റെ ഇതൊക്കെ എടുത്ത് വെച്ചു. ഇത് എങ്ങനെ കൊണ്ടേക്കുന്നല്ലേ? ഗ്യാസ് അപ്പുറത്തല്ലേ? ഇതൊക്കെ ഭയങ്കര ഉപകാരത്തിൽപ്പെടും. അതെ അതെ അതെ. ഇതിങ്ങനെ ഫുൾ സെറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കുള്ളൂ? അല്ല, ഇതൊക്കെ ഓരോ പീസ് സാധനങ്ങളാണ്. കസ്റ്റമർക്ക് ഏതാ വേണ്ടത്? കസ്റ്റമർക്ക് ഏതാണോ വേണ്ടത്. അതെ, ഇത് ചെരുപ്പ് വെക്കാം, ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം. ഇപ്പോൾ ഒരു വീട്ടിൽ കുറെ ചെരുപ്പ് ഉണ്ടാവുമല്ലോ. ചെരുപ്പ് സ്റ്റാൻഡ് വരണം. അപ്പൊ നമ്മളിതാ കിച്ചൺ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ അതെ. ഇങ്ങോട്ട് താമസം പറയാ. ഇത് ചിമ്മിണി അല്ലേ? ഹോബ്. പിന്നെ ഇത് ബാസ്ക്കറ്റുകൾ, ഓരോ ഐറ്റംസുകളാണ് നമ്മൾ സെറ്റ് ആക്കിയിരിക്കുന്നത്. ഏതാ? ഇത് അക്കർലിക്. പിന്നെ ഒരു കിച്ചണിലേക്ക് വേണ്ട മുഴുവൻ ബാസ്ക്കറ്റുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും 3 കമ്പനീൻ്റെ സാധനങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ കമ്പനി ചെറിയ വില മാറ്റം ഉണ്ടാവും, അതിൻ്റെ ചെറിയ ക്വാളിറ്റി മാറ്റം. അതൊന്ന് ഫീൽ ചെയ്യാൻ മാത്രം. ചൈനയിലൊക്കെ ഞാൻ പോയില്ലേ, അവിടെയൊക്കെ ഇങ്ങനെയാണ് സിസ്റ്റം. ചൈനയിൽ, റഷ്യയിലും തന്നെ. നമ്മളവിടെ ഇവിടെ എത്തിയിട്ടില്ല ഇതുവരെ ഇതൊന്നും. അതാണ് പ്രശ്നം. പക്ഷെ നമ്മളവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് നമ്മളെ GTPT എന്ന് പറയുന്ന സാധനം, ഫ്ലൈറ്റ് സാധനങ്ങൾ. ഇതെന്താ സാധനം? ഏത്? അത് നമ്മള് കയ്യിലുകളൊക്കെ ഇട്ട് വെക്കുന്ന സാധനം. ഇങ്ങനെയൊക്കെ ഉണ്ട്. അമ്മ ആദ്യമായിട്ടാണല്ലേ? അല്ലെ കാണുന്ന ആദ്യമായിട്ടല്ലേ? നമ്മളെ ചെറിയ ബോട്ടിലുകളും സാധനങ്ങളൊക്കെ വെക്കുന്നു. ഇത് ഓവന്, പാത്രം കഴുകുന്നു. മറ്റേ ഓട്ടോമാറ്റിക് ഡിഷ് വാഷ്. ഇതിലിട്ട് ഇളക്ക ചെയ്യാം, പൊളിച്ച് അടുക്കി ഇങ്ങോട്ട് വരും. മറ്റുള്ള സാധാരണ നമ്മൾ ഹാൻഡ് വാഷിന് വാട്ടർ യൂസ് ചെയ്യില്ലേ, അത്രത്തോളം വെള്ളം കൂടി ഇതിനകത്ത് വേസ്റ്റ് ആവില്ല. അങ്ങനെ ചട്ടിയും കലല്ല, നമ്മൾ പ്ലേറ്റ്, ഗ്ലാസ് അങ്ങനത്തെ വെക്കാം. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങൾ കയ്യിൽ വാഷ് ചെയ്യുന്നുണ്ടല്ലോ, അത്രത്തോടെ വെള്ളം കൂടെ അതിനകത്ത് എന്താവില്ല, ചിലവാവില്ല. അത്രയ്ക്കും ഇതായിട്ട് കുറഞ്ഞിട്ട് വരിക. പിന്നെ ഹോട്ട് വാട്ടറിൽ നമുക്ക് എന്തായാലും വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് വരും. അത് അത്രയ്ക്കും ക്ലീൻ ആയിരിക്കും. മോഡേൺ കിച്ചണുകളിലൊക്കെ കിച്ചൺ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. രാത്രി വെച്ചിട്ട് ടൈമർ സെറ്റ് ചെയ്ത് അങ്ങ് പോയി കിടന്നുറങ്ങിയാൽ മതി. ഓട്ടോമാറ്റിക് വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് അതിനകത്ത് കിടന്നുള്ള രാവിലെ വരുമ്പോൾ. അതെ അല്ല, ഒന്നും ഇല്ലാത്തില്ല. ഇത് ഗ്രില്ല് വിത്ത് ഓവൻ വരുന്നതാണ്. ചിക്കൻ പെട്ടെന്ന് പൊരിക്കണം എന്ന് വിചാരിച്ചാൽ ഗ്രില്ല് വിത്ത് വരുന്നതാണ്. ഇത് ഓവൻ മാത്രം വരുന്നതാണ്. അതിൽ നമ്മൾ കടികളൊക്കെ കൊണ്ടുവച്ച് ചൂടാക്കി നമുക്ക് കേക്ക് കാര്യങ്ങളൊക്കെ മേയ്ക്കാൻ ഇതിനകത്ത് 2 പർപ്പസും കൂടെയാണ് ഇതിൻ്റെ. ഇത് ഈ ടേബിൾ ഉണ്ടല്ലോ, ടേബിൾ പ്രത്യേകത ഉണ്ട് ഇതിന്. ഇത് കൊറിയൻ ടോപ്പ് എന്ന് പറഞ്ഞ സാധനം. ഇത് ഗ്രാനൈറ്റ് അല്ല, ഇതിങ്ങനെ ഒരു ഷീറ്റ് മടക്കി ഒടുക്കാൻ കണ്ടില്ല. ഗ്രാനൈറ്റ് ആണ്, അങ്ങനെ നമുക്ക് വേണ്ട മോഡലിലേക്ക് അത് മോൾഡ് ചെയ്ത്. ഇനിയിപ്പോ നിങ്ങൾക്ക് തോണി വേണം, തോണിയാക്കാം. ഏത് വേണമെങ്കിലും ചെയ്ത്. ഇതിന് എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്ന് പോളിഷ് ചെയ്ത് രണ്ടാമത് റെഡിയാവും. അതായത് ഇത് ആക്ച്വലി നമ്മളിവിടെ യൂസ് ചെയ്തുള്ള 3 ഷീറ്റാണ്. പക്ഷെ 3 ജോയിന്റ് ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്തും ഒരു ജോയിന്റ് കാണാനില്ല. അത്രയ്ക്ക് ജോയിന്റ് ഫ്രീ ആയിട്ട് ഇത് ചെയ്യുന്ന പാട് വന്ന് നിങ്ങൾക്ക് ഇത് പോളിഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു പോളിഷിൽ നിങ്ങൾക്ക് പാട് മൊത്തം ക്ലീൻ ആയി വരും. പിന്നെ ഇതേപോലെ അറ്റാച്ച്ഡ് നമുക്ക് സിങ്ക് ചെയ്യാം. സിങ്ക് പല ഡിസൈൻ, ഇപ്പോൾ പല മോഡൽ സിങ്ക് നമുക്ക് അവൈലബിൾ ആണ്. അതേ ഡിസൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് സിങ്ക് ചെയ്യാം.
അതാണ് ഇതിന്റെ പ്രത്യേകത. വാട്ടർ റെസിസ്റ്റന്റ് വാട്ടർ റെസിസ്റ്റന്റ്. ഇത് നമുക്ക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയർ ഫീറ്റിന് ഏകദേശം 600 സംതിങ് വരുന്നുണ്ട്. വിത്ത് പണിക്കൂലി വരുന്നുണ്ടെങ്കിൽ 1000 വരുന്നുണ്ട്. കണ്ട സിങ്ക് ഇതാണ്. ഇല്ല നമ്മുടെ പുരയിൽ പറ്റൂല. നിങ്ങൾ ഓൾറെഡി കട്ട് ചെയ്ത് ഇത്ര പോലെ ഇതെന്തറിയോ ക്ലാസ്സിങ്ങിന് വെച്ചാൽ അത് താനെ അതായത് ക്ലാസ് അവിടെ വെച്ചിട്ട് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ക്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് വാഷ് ചെയ്ത് വരും. അതായത് വാഷ് ചെയ്യാനകത്ത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ വെജിറ്റബിൾ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ വെള്ളം വന്നിട്ട് വാഷ് ചെയ്യാനാവും. ഇത് ഇതാക്കണമെങ്കിൽ ഇതിലെ വാഷ് ചെയ്യാനുള്ള വെള്ളം വരും. ഇതിനകത്ത് അതുപോലെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സ് കൺട്രോൾ ചെയ്തിട്ട് ബട്ടൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് വാട്ടർ വരുന്നത്. ഇതും അതുപോലെ തന്നെ നമുക്ക് വാട്ടറിൻ്റെ സ്പീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പീഡ് നമ്മൾ ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ ഫോഴ്സ് ചെയ്യാം. റേറ്റ് കൊടുക്കാറ് ഇത് ഡിജിറ്റലാണ്, മൊത്തം ഡിജിറ്റലാണ് വരുന്നത്. ഇത് നമുക്ക് MRP ഏകദേശം 40,000 രൂപ വരുന്നുണ്ട്. നമ്മളൊരു ഓഫർ പ്രൈസിൽ 29,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ റെഗുലർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,000 11,000 റേഞ്ച് വരുള്ളൂ. MRP നമുക്ക് ഏകദേശം 25,000 രൂപ MRP വരുന്നത്. ഡിജിറ്റൽ അല്ലാത്ത ഇത് ഡിജിറ്റൽ ഉണ്ടാവില്ല, അതിന് പകരം ബാക്കി എല്ലാ സെറ്റിങ്സും ഉണ്ടാവും. ഡിജിറ്റൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. സിങ്കിൻ്റെ ഡിഫറെൻ്റ് ഐറ്റംസുകളാണ് ബാക്കി. ഇത് ഗ്രാനൈറ്റിൻ്റെ ആണ്. സാൻഡിൽ പറഞ്ഞ ക്രിസ്റ്റ്യൻ മറ്റേ കാരിസൽ പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. സാൻഡിൽ പറഞ്ഞിട്ട് വരുന്നതാണ്. അതിൻ്റെ 2 മോഡലാണ്. ഒന്ന് ബ്ലാക്കും അതുപോലെ ഒന്ന് സാൻഡിലും, 2 കളർ വരുന്നത്. ഇതിനകത്ത് വേറെയും കളേഴ്സുകളുണ്ട്. നമുക്ക് ഗ്രേ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ഷെയ്ഡിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ വർമോഡ പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇതും ഗ്രാനൈറ്റ് ആണിത്. സൗണ്ട്ലെസ് ആണ്, ഗ്യാരണ്ടീഡും കൂടെ സൗണ്ട് ഉണ്ടാവില്ല. ഇതേപോലെ ഗ്രാനൈറ്റിന്റെ 304 12,350 ഇത് 3 കളേഴ്സിലാണ് അവൈലബിൾ ഉള്ളത്. ഒന്ന് റോസ് ഗോൾഡ്, ഒന്ന് ഗോൾഡ്, ഒന്ന് സ്റ്റീൽ. ഹാൻഡ് മെയ്ഡ് ആണിത്. ഇത് പിന്നെ സൈസ് ഡിഫറൻസിൽ വരുന്നതാണ്. ഗ്രാനൈറ്റ് തന്നെയാണ്. അതേപോലെ ഹാൻഡ്ലെസ്സിൽ വരുന്നതാണ്. ഇതും ഹാൻഡ്ലെസ്സിൽ വരുന്നതാണ്. സൈസിലുള്ള ഡിഫറൻസ്. ഇത് പിന്നെ നമ്മൾ അപ്പുറത്ത് നോക്കി അതേപോലുള്ള മറ്റൊരു പാൻട്രിയാണിത്. വയറിൻ്റെ വരുന്നത് സ്ലീക്ക് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നതാണ്. നമുക്ക് ഏകദേശം ഒരു 24,000 രൂപ നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. MRP ഏകദേശം നമുക്കൊരു 40,000 രൂപ 38,000 രൂപ MRP വരുന്നുണ്ട് ഇതിന്. കേക്ക് ഉണ്ടാക്കണമെന്നല്ല, കേക്ക് എന്നല്ല, നമുക്കൊരു വീട്ടിൽ നമ്മൾ പണ്ടത്തെ പോലെ ബോട്ടിലുകളും കുപ്പികളൊക്കെ ഒരു മോഡേൺ കിച്ചൺ ഉണ്ടാക്കുമ്പോൾ ഒരു തട്ടടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ കുപ്പികൾ വെക്കുമ്പോൾ അതിൻ്റെ ആ കാഴ്ച വേറെ തന്നെ. ഇതെന്ന് പറയുമ്പോൾ മൊത്തം XC ലുക്കിലേക്ക് മാറി, ആ സ്റ്റാൻഡേർഡ് ലുക്കിലേക്ക് തന്നെ മാറി. ഒരു സാധനം പുറത്ത് കാണില്ല, പക്ഷേ എല്ലാ സാധനവും എന്തുണ്ടാവും നമ്മുടെ കിച്ചണിനകത്ത് ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ ഒരു ടാൻഡം ബോക്സ്, ഇപ്പോഴത്തെ മാർക്കറ്റിൽ ചെയ്യുന്ന ടാൻഡം ബോക്സ് വരുന്ന സാധനമാണിത്. 2 ഫ്രെയിം, നമുക്ക് സൈസ് എത്ര ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ആ സൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇത് വേസ്റ്റ് വരാണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ടാൻഡം ബോക്സിൻ്റെ മെയിൻ ഉപയോഗം. കാരണം ബാസ്ക്കറ്റ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ നമുക്ക് ബാസ്ക്കറ്റാണ്. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 15 ഇഞ്ച് സൈസിലാണ്. 15, 17, 19, 21 പറഞ്ഞ സൈസിലാണ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനുള്ള സൈസിനുള്ള ബോക്സുകൾ തന്നെ ഉണ്ടാക്കണം. ടാൻഡം ബോക്സ് പറഞ്ഞാൽ 21 ഇഞ്ചെന്നോ 23 ഇഞ്ചെന്നുള്ള സൈസില്ല. ഏത് സൈസിലേക്ക് നമുക്ക് സ്പേസിലേക്ക് എന്താക്കാം, കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിന്റെ ബാക്ക് സൈഡ് വന്നിരിക്കുകയാണ്. അപ്പം ഇക്ക പറഞ്ഞത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വുഡ്, ഇന്തോനേഷ്യന്റെ വുഡാണ്. അത് ഒരു ബ്രാൻഡഡ് കമ്പനി അവിടെ സുറാബായന്റെ അടുത്ത് സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു, ജബ്ബാറയാ അതിനതാണ് ഞാൻ പോയിട്ടുണ്ട് ഈ സ്ഥലത്ത്, ഇതിന്റെ ഏരിയയിൽ. അന്നേരം വുഡിന് ഇപ്പോൾ ക്ഷാമം ഉണ്ടായത് കാരണം ഇത്ര വുഡുകൾക്ക് ഡിമാൻഡ് കൂടി വരികയാണ്. ഓക്കെ, നമുക്ക് ഒരു വീട് നിർമ്മാണത്തിന് വേണ്ട എല്ലാ വുഡുകളും അത്യാവശ്യം നല്ല ഡെൻസിറ്റി, പ്രത്യേകിച്ച് 15 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നത്. വുഡിൽ ഇന്ന് വരെ ആരും ചെയ്യാത്തൊരു ഇതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഡോർ ഉണ്ട്, ഡോർ കൂടി പോയി കാണാം. നമ്മള് ഇത്രയും നേരം നമ്മൾ ആ ഏരിയയിലായിരുന്നു മൊത്തം കണ്ടുകൊണ്ടിരുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് നമ്മളെ ഡോറിന്റെ ഏരിയ, ഡോർ ഗാലറി. അപ്പം ഇവിടെ കയറി സ്റ്റീൽ ഡോറുകളാണ്. സ്റ്റീൽ ഡോർ ഇപ്പോഴത്തെ എല്ലാ വീടുകൾക്കും ഒരു ഉറപ്പും
മരത്തുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഓക്കെ. ഓരോ മോഡലും ഓരോ വലിപ്പം അതിൻ്റെ സൈസ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇടത്തായിരിക്കും ഡോർ തുറക്കണ്ടേ, ചില ആൾക്കാർക്ക് വലത്തായിരിക്കും. വിശ്വാസങ്ങളാ? അതെ അതെ. അങ്ങനെ വിശ്വാസത്തിന് പ്രശ്നമുണ്ട്. പിന്നെ കളറ് ഡിഫറൻറ്റുകൾ, പിന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ തിക്നെസ് റേറ്റിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഞങ്ങളിപ്പോൾ 2 ബ്രാൻഡാണ്, ഏജീസും കെൻസിയാണ് ചെയ്യുന്നത്. കെൻസി അല്ലേ? ഈ ഒരു ഫുൾ ബിൽഡിങ് ഡോറിന്റെ മാത്രം, ഡോറിന്റെ കാര്യങ്ങൾ മാത്രമുള്ള കേട്ടോ ഈ ഫുൾ ഏരിയ. ഇത് ബാത്റൂമിന്റെ FRP ഡോറാണ്, ഫൈബർ അല്ലേ? അതെ. അതിൽ ഇത് ബെഡ്റൂമിനടക്കം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുകളാണ്. ഇത് UPVC സിയോക്സ് എന്ന് പറഞ്ഞ കമ്പനിയിലെ UPVC ഡോർ. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള ടൈപ്പ്. എല്ലാം ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ. അതിൻ്റെ ഡിഫറെൻറ്റ് ഏകദേശം 40ഓളം മോഡലുണ്ട് അല്ലേ? 40 മോഡൽ. ചിലതൊന്നും കണ്ട ബാത്റൂമിൽ ഡോറാന്ന് തോന്നില്ല. ഇത് നമ്മളെ വിനിയർ ഡോർസ്. അത് ബാത്റൂം ഡോറാണ്. ഇത് വിനിയർ വെസ്റ്റേൺ ഇന്ത്യ റൂമിന്റെ ഡോറായിട്ട്. ബെഡ്റൂമിൻ്റെ ഡോർ. ബെഡ്റൂമിന്റെ ഡോറല്ലേ? നമ്മൾ ഹാളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ആയിട്ട് വരും. നമുക്ക് പല വുഡിൻ്റെ സ്പീഷീസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഡോറുകളാണ്. ഇത് പിന്നെ നമ്മളെ ലാമിനേറ്റഡ് ഡോറുകൾ, മൈക്ക ഡോറ്, മെമ്മറിൻ ഡോറ്, മെമ്മറിൽ തന്നെ ഗ്ലാസ് ഡോറുകൾ, പിന്നെ സ്ട്രിപ്പ് ഇട്ടിട്ട് ചെയ്യുന്ന ലാമിനേറ്റഡ് ഡോറ്, ഇതും അതന്നെ സ്ട്രിപ്പ് ഇട്ട്. ഇതെല്ലാം ഡിസൈൻസ് ആട്ടോ. ഇതൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനം. ബഡ്ജറ്റ് അറിയേണ്ടവരൊക്കെ എന്താക്കുക, ജസ്റ്റ് ഈ കോണ്ടാക്ട് നമ്പറിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി. കോണ്ടാക്ട് ചെയ്യാനാണോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനാണോ നല്ലത്? വാട്സപ്പ് ആയാലും സുഖമായി. ടൈമിൽ പ്രശ്നമുണ്ടാവും, ചില ടൈമിൽ ചിലപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഏറ്റവും ബെറ്റർ നിങ്ങൾ കുഴപ്പമില്ല, അല്ല നിങ്ങൾക്കും ബെറ്റർ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്താ ഡൗട്ട് ഉള്ളത് വാട്സപ്പ് ചോദിച്ചിട്ടാൽ സൗകര്യം പോലും ഒരു റിപ്ലൈ തരും. ഇത് വുഡൻ ഡോർ, നമ്മൾ അവിടെ കണ്ട വുഡ് ഉണ്ടല്ലോ അതുകൊണ്ട് ഉണ്ടാക്കിയ ഡോറായി. ഇന്തോനേഷ്യൻ. ഇത് മെമ്മറിൻ ഡോർ. ഇത് തേക്ക് ഡോറ്. ഇത് ഗുജറാത്ത് തേക്ക്, നമ്മളെ യൂസ്ഡ് തേക്ക് ഡോറാണ്. ഇതും നമ്മളെ ഇമ്പോർട്ടഡ് വുഡിൻ്റെ. ഇത് വിനിയർ ഡോറ്. ഇത് തേക്ക് ഡോറ്. ഇത് നമ്മളെ ഇവിടെ നാടൻ തേക്ക് ഡോറാണ്, ഇവിടുത്തെ കേരള. ഇതൊക്കെ വിനിയർ ഡോറുകളാണ്. വിനിയർ ഡോറിൻ്റെ ഡിഫറെൻ്റ് ഐറ്റംസ് ഏത് മോഡലിൽ വേണമെങ്കിലും നമ്മളെന്താക്കും ചെയ്തു കൊടുക്കും. ഇമ്പോർട്ടഡ് വുഡിൽ ഉണ്ടാക്കിയ 8-9 അല്ല 4-9 കട്ടിലാണ് വലിയ ടൈപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് 5-3, 6-4 ജനലുകൾ. ഇതുപോലെ നമ്മളിപ്പം കൂടുതലായിട്ട് ഈ ചെതലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന WPC കട്ടലിന് ഉപയോഗിക്കുന്ന ഫ്രെയിമുകളാണ്. അപ്പോൾ ഗായ്സ് അവിടുന്ന് വീഡിയോസൊക്കെ എടുത്ത് കുറേ വീഡിയോസ് എടുത്ത്, അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു തോന്നുന്നു. കാരണം എനിക്ക് ഇന്നേ വരെ അറിവില്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടു. അപ്പോൾ വീടൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പോൾ കോൺടാക്റ്റും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് നോക്കുക. നിങ്ങളൊരു വീട് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെയാണ് ഒന്ന് മെസ്സേജ് അയക്കുക. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് അറിയാലോ. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് അവിടെ ഷോപ്പിൽ ചെല്ലാം. വയനാട് കമ്പളക്കാടാണ് നമ്മൾ ഷോപ്പ് വരുന്നത്. കമ്പളക്കാടിൻ്റെ തൊട്ട് മുന്നേ കൽപ്പറ്റയിൽ നിന്ന് പോകും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോയി. എന്നാലും ബൈ ബൈ.